ഗായ്സ്, മാസങ്ങൾക്ക് ശേഷം തൃശ്ശൂർ ക്ലാസ്സിലേക്ക് വന്നതാണ്. അപ്പോൾ ക്ലാസ്സിലത്തെ വിശേഷങ്ങളാണ്. അപ്പോൾ വന്ന ഉടനെ നമ്മൾ ചായക്കടയിലാണ് കയറിയത് കേട്ടോ. ഇവിടുന്ന് ഒരു ചായ കുടിക്കാണ്ട് നമ്മളൊരു ക്ലാസ്സിലേക്ക് പോയ ചരിത്രമില്ല. അങ്ങനെ നമ്മൾ ചായ വാടിയും കഴിച്ച ശേഷം നമ്മൾ ക്ലാസ്സിൽ കയറുകയാണ്. അപ്പോൾ ഇതാണ് സറൗണ്ട് ടാലി. ഞാൻ സറൗണ്ട് ടാലിയിലാണ് 1 ഇയർ പഠിച്ചിരുന്നത് കേട്ടോ. PDCAM എന്ന് പറഞ്ഞൊരു കോഴ്സാണ്. ഞാൻ ഫ്രണ്ട് എത്തി. അങ്ങനെ ഞങ്ങൾ ക്ലാസ്സിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഞങ്ങൾ ഏറ്റവും ലാസ്റ്റ് പോയി. പക്ഷേ അവിടെ നോക്കുകയാണെങ്കിൽ ഏറ്റവും ഫസ്റ്റ് ഞങ്ങളായിരിക്കും കേട്ടോ. അവിടെയാണ് TV സാധനങ്ങൾ. അങ്ങനെ ഞങ്ങൾക്ക് 7 മാസത്തെ കഥ ഇങ്ങനെ തുടർച്ചയായിട്ട് പറയാനുണ്ട്. അങ്ങനെ ക്ലാസ് ഞങ്ങൾ പകുതിയായി. SK സാറാണ് ക്ലാസ് എടുക്കുന്നത്. GST ഫയലിംഗ് ആണ് എടുക്കുന്നത് കേട്ടോ. പിന്നെ ഞൂണ്ടാണ് ക്ലാസ്സൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോഴാണ് ഇവിടെ ഒരു ഫ്രെയിം ഇരിക്കുന്നത്. അപ്പോൾ ഒരു ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പോകാമെന്ന് വെച്ചു. അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ നേരെ പോകുന്നത് ഹോട്ടലിലേക്കാണ്. ഞങ്ങൾ ഇപ്പോൾ 2-3 വട്ടം ഞങ്ങൾ അവിടെയാണ് പോയി കഴിച്ചിട്ടുള്ളത്. അവിടെ പോയി നോക്കുമ്പോൾ ഹോട്ടലൊക്കെ അടവാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ ആഡൊക്കെ കണ്ടിട്ട് ഈ മതിലുമ ചുമരുമൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. മക്രോണി എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ്. മക്രോണി ഹോട്ടലിൽ പോയി കഴിക്കണം എന്നുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് അവസരം നമ്മൾ ഏറ്റവും ലാസ്റ്റത്തെ സീറ്റ് പോയി പിടിച്ചിട്ട് അവൾക്ക് കാന്താരി കോഴി മതി, എനിക്ക് പൊരിച്ച കോഴി മതി പറഞ്ഞിരുന്നു. ഞങ്ങൾ നേരെ ഇങ്ങനെ വെയിറ്റ് ചെയ്യലായിട്ടോ. സാധനം വന്നിട്ടില്ല. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വർത്തനം കുറേ നാളായില്ലേ വർത്തനം പറഞ്ഞിട്ട് 2 ആളുടെയും ബിരിയാണി ഒപ്പാണ് കൊണ്ടുവന്നത്. അല്ലെങ്കിൽ ഓരോരുത്തരുടെ കൊണ്ടുവരുമ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇവിടുന്ന് ഞൂണ്ടിയാണ് കഴിക്കാറ് കേട്ടോ. അപ്പോൾ 5 ഫസ്റ്റ് വെള്ളം കുടിച്ച് അങ്ങനെ ഞങ്ങളുടെ റൈസ് സെയിം ആയിരുന്നു. അതിൻ്റെ ഉള്ളിലത്തെ ഗ്രേവിയും മാത്രമായിരുന്നു മാറ്റം. അഞ്ചുവിന് കുറച്ച് പീസസ് കുറവായിരുന്നു, എനിക്ക് കുറച്ച് കൂടുതലായിരുന്നു. 2-3 പീസൊക്കെ എനിക്ക് കൂടുതലായിരുന്നു. അങ്ങനെ ഈ കുഴി തോന്നുന്നത് എനിക്ക് ഇട്ട് തരാനാണ്. പിന്നെ അവൾ എഗ്ഗ് കഴിക്കില്ല എന്ന് പറഞ്ഞിട്ട് എഗ്ഗ് എനിക്ക് തന്നു. അപ്പോഴത്തേക്കും ഞാൻ എൻ്റെ പൊരിച്ച കോഴിയുടെ പീസ് ഞാൻ അവൾക്ക് കൊടുത്തു കേട്ടോ. അപ്പോൾ ഗ്രേവി ഒക്കെ സെയിം ആയിരുന്നു. ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയപ്പോഴും 1:05 കഴിഞ്ഞു. അങ്ങനെ നേരെ സിഗ്നൽ കട്ട് ചെയ്ത് നമ്മൾ വടക്കുന്നാഥൻ്റെ പറമ്പിലെത്തിയിട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ 1 മണിക്ക് നമ്മുടെ പാർക്ക് തുറക്കുന്നുള്ള കാര്യം ഞങ്ങൾക്ക് അറിയായിരുന്നു. ഞങ്ങൾ ഇടയ്ക്ക് വരാറുണ്ട്. അങ്ങനെ പാർക്കിൽ പോയി നോക്കിയപ്പോൾ കുഞ്ഞു നേസി പിള്ളേരുകൾ മറ്റേ ടൂർ വന്നേക്കാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഉച്ചയായ ശേഷം എല്ലാവരും വരിയായിട്ട് നിർത്തിക്കുകയാണ് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട്. ആ ഇടയിലാണ് ഞങ്ങൾ പോയത്. അപ്പോൾ 7 മാസത്തിന് ശേഷമാണ് ഞങ്ങൾ ഈ പാർക്കിനെ കാണുന്നത്. ഫസ്റ്റ് പോയത് നമ്മൾ നേരെ വെള്ളം കുടിക്കാനാണ്. ഞങ്ങൾ എന്തെങ്കിലും കഴിക്കാൻ പോയാൽ എന്തെങ്കിലുമൊക്കെ മറന്നു വരുന്ന പാർട്ടീസ് ആയ കാരണം ഫ്ലഷ് ലൈം ഓർഡർ ചെയ്യാൻ മറന്നുപോയി. നെക്സ്റ്റ് ബിരിയാണി കഴിച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ജ്യൂസ് കുടിക്കണമെന്ന് ഞങ്ങൾ എപ്പോഴും തീരുമാനിച്ചിട്ടാണ് പോവാറ്. പക്ഷെ നമ്മളത് മറന്നു പോകും കേട്ടോ. അങ്ങനെ നേരെ നമ്മൾ വെള്ളം കുടിക്കാൻ വന്നിട്ട് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ അവിടുന്ന് നമ്മൾ ഇവിടെ വരെ നടന്നു വന്ന് സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മൾ വന്ന് ഒരു കുറച്ച് നേരം റെസ്റ്റ് എടുത്തു കേട്ടോ. അപ്പോൾ നമ്മുടെ കസാര നോക്കിയപ്പോൾ നമ്മൾ സ്ഥിരം ഇരിക്കുന്ന കസാരയുണ്ട്. അപ്പോൾ കസാര കുറച്ച് ബാക്കിലേക്ക് നീങ്ങിയിട്ടുണ്ട്. അല്ലെങ്കിൽ അടുത്തടുത്ത് ഇരിക്കുമ്പോൾ കാലൊക്കെ കയറ്റി വയ്ക്കാൻ നല്ല സുഖമുള്ള കസാരയാണ്. അങ്ങനെ നമ്മൾ നേരെ പോയത് ഐസ്ക്രീം കഴിക്കാനാണ് കേട്ടോ. അപ്പോൾ ഞാൻ ബട്ടർ സ്കോച്ചും അവൾ സ്ട്രോബെറിയും. അവിടെ നിന്ന് നമ്മൾ സ്ഥലം മാറി കുറച്ച് പാർക്കിലേക്ക് വന്നിരുന്നു. കുറേ കുഞ്ഞു പിള്ളേരുകളൊക്കെ കാണാനായിട്ട് ഞങ്ങൾ പാർക്കിലേക്ക് വന്നു. അപ്പോൾ ഒരു കുപ്പി വെള്ളം കൂടി വാങ്ങിയിട്ടാണ് ഞങ്ങളിവിടെ വന്നിരുന്നത്. പിന്നെ ഇവിടെ നിന്ന് മാറിയിരുന്നു. അല്ലെങ്കിൽ ഞങ്ങൾ ഇവിടുന്ന് തന്നെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇറങ്ങി ബസ് കയറി ശക്തൻ സ്റ്റാൻഡിലേക്ക് പോവാണ് പതിവ്. ഈ പാർക്കിൻ്റെ അപ്പുറേ സൈഡ് പോയി. എന്നാൽ പാറമേക്കാവിൻ്റെ അപ്പുറേ സൈഡ് വന്നപ്പോഴാണ് നമുക്ക് പണിയും തോന്നിയത്. കുറേ കപ്പിൾസ് അതിൻ്റെ ഇടയിൽ നമ്മളെങ്ങനെ ഇരിക്കുമെന്ന് വെച്ചിട്ട് ഞങ്ങളിങ്ങനെ ടെൻഷൻ അടിച്ച് വരുമ്പോൾ അറ്റത്ത് ഞങ്ങൾ ഈ പാറമേക്കാവിൻ്റെ ഭാഗം ഇറങ്ങണോടത്ത് തന്നെ ഒരു കസാര ഫ്രീ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ വന്നിരിക്കുകയാണ് ചെയ്തത് കേട്ടോ. കുറേ കപ്പിൾസ് അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനം പറഞ്ഞു. പിന്നെ ഒരു ചേച്ചി PSC കഴിഞ്ഞിട്ട് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ തോന്നുന്നു. 2 ആൾ ഇരുന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിച്ചു. ഞാൻ ഇതൊക്കെ വട്ടത്തിലൊന്ന് പരിശോധിച്ച് വരുമ്പോൾ നമ്മുടെ അഞ്ജുവിന് കോള് വന്നു. അഞ്ജുവിൻ്റെ ചേച്ചി. അപ്പോൾ ശരി വിളിച്ചോട്ടെ എന്ന് പറഞ്ഞ് ഞാൻ എന്ത് ചെയ്തു, കുറച്ച് എന്ന് വെച്ചാൽ ഇവള് സമ്മതിക്കാറൊന്നുമില്ല ഇങ്ങനെ വീഡിയോ ഒന്നും എടുക്കാൻ വേണ്ടി. ഫോണിലാകുമ്പോൾ പറയാൻ പറ്റില്ലല്ലോ, വീഡിയോ എടുക്കണ്ടെന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ആ അവസരം ഞാൻ മുതലാക്കി ഗൈസ്. അവിടെ ഇരുന്നുകൊണ്ട് എനിക്ക് എന്തോ ഡിസ്റ്റർബൻസ് ആയി. അവൾക്ക് കോളിങ്. പിന്നെ എനിക്ക് ചുറ്റും നോക്കാൻ പറ്റില്ല. ചുറ്റും കപ്പിൾസാണ് ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ നോക്കുമ്പോൾ നമുക്ക് എന്തോ പോലെ ഇല്ലേ. അപ്പോൾ ഞാൻ കുറച്ച് നേരം റീൽസ് കണ്ടു, കുറച്ച് നേരം യൂട്യൂബ് നോക്കി, കുറച്ച് നേരം ഫേസ്ബുക്ക് നോക്കി. അത് കഴിഞ്ഞ് എനിക്ക് ലാസ്റ്റ് ഐഡിയ കിട്ടിയതാണ് ഫോണിൽ നോക്കി നമ്മൾ തന്നെ വീഡിയോ എടുക്കാമെന്ന്. കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ അഞ്ജുവിൻ്റെ കോളിങ് കഴിഞ്ഞു കേട്ടോ. ചേച്ചി വെച്ചു. അപ്പോൾ ചേച്ചി അടുത്തെങ്ങാണ്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ നമുക്ക് പോവാറായി. എൻ്റെ ബാക്ക് സൈഡിൽ കൂടെ ഇറങ്ങി പാറമേക്കാവ് എൻ്റെ ഫ്രണ്ടിൽ കൂടിയാണ് നമ്മൾ കയറിയത്. അപ്പോൾ നല്ല വെയിലായിരുന്നു. അപ്പോൾ ഒരു കുട ചൂടി. അത് കഴിഞ്ഞ് കുറച്ച് ഞങ്ങൾ ഇങ്ങോട്ട് നടന്ന് വരുമ്പോഴാണ് എല്ലാ മരവും പച്ച കളറി. ഈ മരം മാത്രം കിളിപ്പച്ച കളർ, നല്ല ഭംഗിയുണ്ട്. അപ്പോൾ എനിക്ക് സാധാ ക്യാമറയിൽ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഓൾറെഡി നമ്മുടെ അഞ്ജു ഇങ്ങനെ ഞാൻ വീഡിയോ എടുത്ത് തരാമെന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫോണിൽ തപ്പിയപ്പോൾ എനിക്ക് കിട്ടിയതാണ്. അങ്ങനെ നമ്മൾ ഇതുവരെ ഒരു ഫോട്ടോസും വീഡിയോസും ഒന്നും പാർക്കിൽ വെച്ചിട്ട് ഒന്നും എടുത്തില്ല കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ നിറച്ചെടുക്കാറുണ്ട്. അപ്പോൾ അവിടെ വെച്ച് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് നമ്മൾ നേരെ ശക്തൻ സ്റ്റാൻഡിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ക്ലാസ്സിലേക്ക് വരുമ്പോൾ ഈ ബ്രിഡ്ജ് പണിയുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പം കയറാനൊന്നും പറ്റില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് 1 വീക്ക് കഴിഞ്ഞപ്പോഴാണ് അങ്ങോട്ട് കയറാനായിട്ട് എല്ലാവരും കയറി തുടങ്ങിയത്. അന്നൊന്ന് പുലിക്കളിയോ അങ്ങനെ എന്തോ ഉണ്ടായിരുന്നു. അങ്ങനെ കയറി തുടങ്ങിയത്. അങ്ങനെ അതിൽമ കയറിയിട്ട് നമുക്ക് പോവാം. അതിനാണ് പാർക്കിൽ നിന്ന് കുറച്ചും കൂടെ നേരത്തെ ബസ് വരുന്നേക്കാളും ഒരു 15 മിനിറ്റ് നേരത്തെ ഇറങ്ങിയത്. അതിൻ്റെ മുകളിൽ കൂടെ ഒന്ന് കയറിയിട്ട് പോകണം. പക്ഷേ അവിടെ 2ാമത്തെ കൺസ്ട്രക്ഷൻ വർക്ക്സ് തുടങ്ങാമെന്ന് പറഞ്ഞു. അപ്പോൾ ശരി, നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും വരാമെന്ന് വെച്ചിട്ട് നമ്മുടെ ബസ് സ്റ്റാൻഡിൽ പോയി. ശക്തൻ സ്റ്റാൻഡിലേക്ക് പോയപ്പോൾ ബസ് അവിടെ വന്ന് കിടക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ കയ്യിലുള്ള വെള്ളം ഫുള്ള് കഴിഞ്ഞിട്ടുണ്ടായിട്ടോ. അപ്പോൾ അവർ 2ാമത്തെ കുപ്പി വെള്ളം കൂടി മേടിച്ചിട്ട് ഒന്നുകൂടി കയറിയിരുന്ന് നമ്മൾ സീറ്റൊക്കെ ഉറപ്പിച്ച് കഴിഞ്ഞിട്ടാട്ടോ വീണ്ടും പോയി വാങ്ങിയത്. അങ്ങനെ കുറച്ച് ആൾക്കൊക്കെ ഇറങ്ങി ഞങ്ങൾ ടാറ്റ ബൈ ബൈ സീ പറഞ്ഞു.